അവിടെ തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി അതിന് വിളംബരം കുറിച്ചുകൊണ്ട് സാമ്പിൾ വെടിക്കെട്ടിന് അവിടെ തിരികൊളുത്തുന്ന മുഹൂർത്തത്തിലേക്ക് എത്തുകയാണ്. തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്നത്. അവിടെ സാനു കെ സജീവ് തയ്യാറായി നിൽക്കുന്നു. സാനു, അവിടെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ വിവരം എന്താണ് സാനു? മണിയായിരുന്നെങ്കിലും എന്തായാലും 7:30 തിരുവമ്പാടി വിഭാഗത്തിന്റെ കമ്പക്കെട്ടിന്, സാമ്പിൾ വെടിക്കെട്ടിന്, ആകാശ വിസ്മയത്തിന് തിരികൊളുത്തും എന്ന് തന്നെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ സുരക്ഷാ പരിശോധനകളും നമ്മൾ മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ മന്ത്രി കെ രാജന്റെയും അതേപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെയും ജില്ലാ കളക്ടറുടെ അടക്കം നേതൃത്വത്തിലുള്ള സംഘം ഈ തിരുവമ്പാടി വിഭാഗത്തിൽ അല്ലെങ്കിൽ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന പ്രദേശങ്ങളിലെത്തി ഓരോ കാര്യങ്ങളും നേരത്തെ തന്നെ നോക്കി മനസ്സിലാക്കിയിരുന്നു. അതായത് കുറ്റമറ്റ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ പൂരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സാമ്പിൾ വെടിക്കെട്ടിലും ഈ ഒരു സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ആ സുരക്ഷാ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ 7 മണിയോട് കൂടി തന്നെ ഈ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങുമെന്നാണ് മുൻ നിശ്ചയിച്ച പ്രകാരം നമ്മളെ അറിയിച്ചിരുന്നത്. ആ സമയം അല്പം മുന്നോട്ട് പോയെങ്കിലും ഇപ്പോൾ അതിന്റെ അവസാനഘട്ട നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ദൂരെ കരിമരുന്നുകളെല്ലാം ഇട്ടിരിക്കുകയാണ്. അതായത് ഈ കമ്പക്കെട്ടിനുള്ള വസ്തുക്കൾ ഇട്ടതിന് ശേഷം അവസാന നടപടിയാണ് അതിന് മുന്നിൽ ഈ കരിമരുന്ന് തൂവുക എന്നുള്ളത്. അതായത് തീ വളരെ വേഗം ആകാശവിസ്മയമായി മാറുന്നതിന് ഇത് ആവശ്യമാണ്. അതായത് ആ സമയത്ത് ഇത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അത് കത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ കരിമരുന്ന് അവിടെ തൂവുന്നത്. എന്തായാലും 7:30-ക്കുള്ളിൽ തന്നെ കമ്പക്കെട്ട്, അതല്ല ഈ സാമ്പിൾ വെടിക്കെട്ട് ഇവിടെ അറിയാൻ സാധിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് വിളംബരമായിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട് പൂരനഗരിയിൽ നടക്കുന്നത്. അതിമനോഹരമായ വർണ്ണവിസ്മയങ്ങളും അതുപോലെ തന്നെ നാദപ്രപഞ്ചങ്ങളും ഒക്കെ തീർത്തുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. സാമ്പിൾ വെടിക്കെട്ട് നന്നായാൽ പൂരം വെടിക്കെട്ട് അതിമനോഹരമാകും എന്നുള്ള പഴമൊഴി ഇപ്പോഴും നിലവിലുണ്ട്. എന്തായാലും തൃശ്ശൂർ ഒന്നാകെ പൂരത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. തൃശ്ശൂർ പൂരത്തിൻ്റെ ചമയ പ്രദർശനമാണ് ഇന്ന് നടന്നത്. ഈ ചമയങ്ങൾ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് തൃശ്ശൂരിലേക്ക് ഒഴുകി എത്തിയത്. അതേപോലെ തന്നെ സമാനമായ നിലയിൽ സാമ്പിൾ വെടിക്കെട്ട് കാണാനും പൂരപ്പറമ്പിൽ വടക്കുന്നാഥൻ്റെ മണ്ണിൽ ജനാരവം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ആകാശ വിസ്മയങ്ങൾ കാണാനുള്ള ആ ഒരു കൗതുകത്തോടെ, ആ ഒരു സന്തോഷത്തോടെ, ആ ഒരു ആഗ്രഹത്തോടെ എല്ലാവരും വടക്കുന്നാഥൻ്റെ മണ്ണിൽ കാത്തു നിൽക്കുന്നു. സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം തിരുവമ്പാടി വിഭാഗത്തിൻ്റേതാണ് ആരംഭിക്കുക. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് അവസാനിച്ചാൽ പിന്നീട് പാറമേക്കാവിൻ്റെ ഊഴമായി. അങ്ങനെ സാമ്പിൾ വെടിക്കെട്ട് കണ്ടാൽ പിന്നീട് ഈ ജനങ്ങൾ അവിടെ നിന്ന് മടങ്ങും. മറ്റന്നാളാണ് പൂരം, തൃശ്ശൂർ പൂരം അവിടെ നടക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, സാമ്പിൾ വെടിക്കെട്ട് 7 മണി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കാരണം ഈ സമയത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. വലിയ ജനാവലി ഇത്തവണ സാമ്പിൾ വെടിക്കെട്ട് കാണാനുണ്ട്. നേരത്തെ മിഥുൻ അയ്യപ്പൻ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾക്ക് ഈ സാമ്പിൾ വെടിക്കെട്ട് കാണാനുള്ള സൗകര്യം ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിൻ്റെ ഒരു പ്രായശ്ചിത്തം എന്നോണമാണ്. ഇത്തവണ കൂടുതൽ ആളുകൾക്ക് ഈ സാമ്പിൾ വെടിക്കെട്ട് മുതൽ പൂരത്തിൻ്റെ എല്ലാ ദൃശ്യങ്ങളും പരമാവധി ആളുകൾക്ക് കാണാനുള്ള സൗകര്യം അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കാറായോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം മിഥുൻ അയ്യപ്പൻ?
സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അവസാനഘട്ട പരിശോധനകളും ഒരുക്കങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് തന്നെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആളുകളെയെല്ലാം തന്നെ മാറ്റി നിർത്തിയിരുന്നു. അതിനുശേഷം ഈ വെടിക്കോപ്പുകളെല്ലാം തന്നെ സ്ഥാപിക്കുന്ന നടപടിയാണ് ഉണ്ടായത്. ഈ പെസോ അധികൃതരുടെ പരിശോധന പല ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഈ വെടിക്കെട്ട് ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഉപകരണങ്ങളെല്ലാം തന്നെ സ്ഥാപിക്കുന്ന, അതായത് സൂക്ഷിക്കുന്ന ഈ മാഗസിൻ എന്ന് പറയുന്ന ആ വെടിക്കെട്ട് പുരയ്ക്കുള്ള ഒരു പരിശോധന നടത്തും. അതിനുശേഷം പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും, പെസോയുടെ നിയന്ത്രണത്തിലായിരിക്കും ഈ വെടിക്കെട്ട് നടക്കുക. ഈ വെടിക്കെട്ട് സ്ഥാപിച്ചതിന് ശേഷം, വെടിക്കോപ്പുകളെല്ലാം തന്നെ സ്ഥാപിച്ചതിന് ശേഷവും ഒരിക്കൽ കൂടി അധികൃതരുടെ വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. ആ പരിശോധന പൂർത്തിയാക്കി അനുമതി നൽകിയാൽ മാത്രമേ വെടിക്കെട്ടിന് തിരികൊടുത്താനുള്ള അനുമതിയാവുകയുള്ളൂ എന്നുള്ളതാണ്. അതിനിടയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അനുമതിയിൽ കൂടുതലുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട ഈ വെടിക്കോപ്പുകൾക്ക് വിരുദ്ധമായിട്ടുള്ള അധികമായിട്ടുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അവയെല്ലാം മാറ്റി വീണ്ടും പുനഃസ്ഥാപിച്ച് വീണ്ടും ഒരു പരിശോധന നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാക്കി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പലവട്ടമുള്ള ആവർത്തിച്ചുള്ള നിരന്തരമായിട്ടുള്ള ഇതാ വെടിക്കെട്ടിന് തുടക്കം എന്നുള്ളതാണ്. ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ തീർത്തുകൊണ്ട് സാമ്പിൾ വെടിക്കെട്ട് തിരുവമ്പാടി വിഭാഗം തുടക്കം കുറിച്ചിരിക്കുന്നു. എന്തെല്ലാം പുതിയ വെടിക്കോപ്പുകളാണ് അല്ലെങ്കിൽ പുതിയ വെടികളാണ് ഇത്തവണ അവിടെ പൊട്ടുക എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നിരവധി വിസ്മയങ്ങൾ ചമച്ചുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് അവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതിമനോഹരമായ ആകാശത്ത് നിരവധി വർണ്ണങ്ങൾ ചാലിച്ചുകൊണ്ട്, സപ്തവർണ്ണങ്ങളും ചാലിച്ചുകൊണ്ടുള്ള വലിയ വെടിക്കെട്ട് തന്നെ, ആകാശത്ത് തന്നെ വലിയ കുടമാറ്റം സൃഷ്ടിക്കുന്ന വലിയ വെടിക്കെട്ടാണ് തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി അവിടെ നടക്കുന്നത്. മിഥുനയ്യപ്പൻ തുടരാം.
തിരുവമ്പാടി വിഭാഗത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ പൂർത്തിയായത്. ഇനി പാറമേക്കാവിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് നടത്തുന്നത്. എന്തായാലും പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ തത്സമയ വാർത്തകളും അതിൻ്റെ വർണ്ണവിസ്മയം ചാർത്തിയ ദൃശ്യങ്ങളുമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പൂരത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും ജനൻ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടാവും.